മുൻ എം പി ജോയ്സ് ജോർജിനെതിരെ ഓൺലൈൻ ചാനലിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് കാർഡമൻ ഗ്രോവേഴ്സ് അസോസിയേഷൻ. സുപ്രീം കോടതിയിലെ കേസിൽ ജോയ്സ് വ്യാജരേഖ ചമച്ചു എന്ന് താൻ പറഞ്ഞു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അസോസിയേഷന്റെ പേരിൽ വ്യാജ വാർത്ത വന്നതിൽ തങ്ങൾക്ക് ഖേദമുണ്ടെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. ജോയ്സ് ജോർജ് കൃഷിക്കാർക്ക് വേണ്ടി പല കാര്യങ്ങളും കൃഷിക്കാർക്ക് നന്മയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. ഈയിടെ ഗ്രീൻ ട്രിബ്യൂണലിൽ വന്ന കേസ് കൃഷിക്കാർക്ക് അനുകൂലമായിട്ടൊരു വിധി സമ്പാദിക്കുകയും അതുപോലെ തന്നെ ട്രയറുകൾ വൈദ്യുതീകരിക്കണമെന്നുള്ള ആ ഓർഡർ റദ്ദാക്കിക്കൊണ്ട് സാധാരണയുള്ള വിറകടുപ്പുകൾ വെക്കുന്നതിന് ഉള്ള ഓർഡർ മേടിക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വേണമെന്നുള്ള ആ നിബന്ധന ഒഴിവാക്കി കിട്ടുകയും എല്ലാം ഈ ജോയ്സ് ജോർജിന്റെ നിയമപരമായ പോരാട്ടത്തിലൂടെയാണ് സാധിച്ചതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ വ്യാജ വാർത്തയുടെ പേരിൽ അദ്ദേഹത്തുണ്ടായിരിക്കുന്ന മനോവിഷമം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ ഖേദപ്രകടനങ്ങളും അസോസിയേഷന്റെ ഭാഗത്തുനിന്ന് ചെയ്തിരിക്കുന്നു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.